നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നെഹ്റു ട്രോഫി ജലോത്സവം ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച പുന്നമടക്കായലിൽ 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 74 കളിവള്ളങ്ങൾ ജലമേളയിൽ പങ്കെടുക്കും. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് കാതോർത്ത് പുന്നമട. ശാപമോക്ഷം കാത്ത് ചേർത്തല ഇരുമ്പ് പാലം നടപ്പാലം സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങളാകുന്നു. മൗനം വെടിയാതെ അധികാരികൾ. തടസ്സങ്ങളുടെ അതിരുകൾ ഭേദിക്കാമെന്ന സന്ദേശമോദി ലോക പേവിഷബാധ പ്രതിരോധ ദിനം. കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ പേവിഷബാധ പ്രതിരോധ ദിനം ആചരിച്ചു. ആലപ്പുഴയുടെ കായിക ചരിത്രത്തിൽ ആദ്യമായി സ്പോർട്സ് അവാർഡ് സംഘടിപ്പിച്ച് ആലപ്പി ബീച്ച് ക്ലബ്ബും അത്ലറ്റിക്കോ ഡി ആലപ്പിയും. ആലപ്പുഴ കൊട്ടാരം ഓഡിറ്റോറിയത്തിൽ 29 രാവിലെ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 6 കടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോണിന് മുന്നോടിയായാണ് സ്പോർട്സ് അവാർഡ് സംഘടിപ്പിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് കാതോർത്ത് പുന്നമടക്കായൽ. 70ാമത് നെഹ്റു ട്രോഫി ജലമാമാങ്കം ശനിയാഴ്ച പുന്നമടക്കായലിൽ നടക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 74 കളിവള്ളങ്ങൾ മാറ്റുരയ്ക്കും. ഓഗസ്റ്റ് മാസം 2-ാം ശനിയാഴ്ച പുന്നമടക്കായലിൽ നടക്കേണ്ടിയിരുന്ന ജലോത്സവമാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചത്. വള്ളംകളി പ്രേമികളുടെയും ബോട്ട് ക്ലബ്ബുകളുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് സെപ്റ്റംബർ 28-ന് വള്ളംകളി നടത്താൻ തീരുമാനിച്ചത്. ശനിയാഴ്ച പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളിയിൽ 19 ചുണ്ടൻ വള്ളം ഉൾപ്പെടെ 74 കളിവള്ളങ്ങൾ പങ്കെടുക്കും. നെഹ്റു പവലിയന്റെയും ഫിനിഷിംഗ് പോയിന്റിലെ ഗാലറിയുടെയും പണികൾ അവസാനഘട്ടത്തിൽ വള്ളംകളിയുടെ ആവേശം ഒട്ടും ചോരാതെ കാണികളിലേക്ക് എത്തിക്കുന്നതിനായി തത്സമയ സംപ്രേഷണ സംവിധാനങ്ങളും സജ്ജമായി. ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം നെഹ്റു ട്രോഫിയിൽ മുത്തമിടാനായി കായലിലെ ജലരാജാക്കന്മാർ പുന്നമടക്കായലിൽ ശനിയാഴ്ച മാറ്റുരയ്ക്കും. ശാപമോക്ഷം കാത്ത് ചേർത്തല ഇരുമ്പ് പാലം നടപ്പാലം സഞ്ചാരയോഗ്യമല്ലാതായിട്ട് നാളുകളേറെയാകുന്നു. മൗനം തുടർന്ന് അധികാരികൾ. ചേർത്തല നഗരഹൃദയത്തിലെ പാലമാണിത്. ഈ ഇരുമ്പ് പാലം ജീർണാവസ്ഥയിലായതിനാൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും എല്ലാം കാറ്റിൽ പറത്തിയാണ് വാഹനങ്ങളുടെ പരക്കം പാച്ചിൽ. ഈ പരക്കം പാച്ചിലിനിടെ വേണം കാൽനട യാത്രക്കാർക്ക് ഇതിലൂടെ ഒന്ന് നടന്നു നീങ്ങാൻ. യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഒരു നടപ്പാലവും പണിതു. അതിന്റെ അവസ്ഥ അതിലും ദയനീയം. നടപ്പാലം എന്നാണ് പേരെങ്കിലും ആരും ഇതിലൂടെ നടക്കുന്നില്ല. ഇരുമ്പ് പാലം ജീർണാവസ്ഥയിലായതോടെ നടപ്പാലവും അടച്ചിട്ടു. കാൽനടയാത്രക്കാർ വാഹനങ്ങൾ തിങ്ങി ഞെരിഞ്ഞു പോകുന്ന ഈ ഇരുമ്പ് പാലത്തിലൂടെ വേണം നടന്നു പോകാൻ. സ്കൂൾ വിദ്യാർത്ഥികൾ തൊട്ട് പ്രായമായവർ വരെ ഇക്കൂട്ടത്തിൽപ്പെടും. വിവിധ ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതും ഇതിനു സമീപത്താണ്. സെന്റ് മേരീസ് പാലം പൊളിച്ചിട്ടിട്ടും 1 വർഷത്തിലേറെയാകുന്നു. മന്ത്രിമണ്ഡലത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നതും മറക്കണ്ട. വാഗ്ദാനങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലേറി കഴിയുമ്പോൾ വാഗ്ദാനങ്ങളെല്ലാം കടലാസിലൊതുങ്ങുന്നു. അധികാരികളോട് ആവശ്യമാരായുമ്പോൾ സാങ്കേതിക തടസ്സം പറഞ്ഞ് തടി തപ്പുകയാണിവർ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ഇരുമ്പ് പാലത്തിൻ്റെ അവിടുത്തെ ഒരു ശോചനീയാവസ്ഥയാണ് നമ്മുടെ സംസാര വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അത് എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നും പണി തുടങ്ങണമെന്നും പൂർത്തീകരിക്കണമെന്നും നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങൾ കാരണം ഇന്നിപ്പോൾ സെന്റ് മേരീസ് പാലം പണി തുടങ്ങിയിട്ടുണ്ട്, എങ്കിലും അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ക്ലോസ് ചെയ്തിട്ട് നന്നാക്കാത്തത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പാലം പണിയുമ്പോഴത്തേക്കും വീതി കൂട്ടി പാലം പണിയണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വീതി കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നടപ്പാത കൂടി ഇതിൻ്റെ കൂടെ യോജിപ്പിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ അത് വീതി കൂട്ടി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം നമ്മുടെ സെന്റ് മേരീസ് പാലത്തിൻ്റെ പണി പൂർത്തിയാകുമെന്നും
അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പണി തുടങ്ങുമെന്നുള്ളതായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുവാനാണ് നമ്മളും താല്പര്യപ്പെട്ടിരിക്കുന്നത്. ഇരുമ്പ് പാലത്തിന് വീതി കൂട്ടാനുള്ള കാരണം പറഞ്ഞാണ് നടപ്പാലവും അടച്ചിട്ടിരിക്കുന്നത് എന്നാണ് മറുപടി. എന്തായാലും ദുരിതമനുഭവിക്കുന്നത് പൊതുജനം തന്നെ. എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും ESI കോർപ്പറേഷനും സംയുക്തമായി ആലപ്പുഴയിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പേർ അദാലത്തിൽ പങ്കെടുത്തു. PF ESI പദ്ധതികളുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. ആലപ്പുഴ ചടയൻമുറി സ്മാരക ഹാളിൽ നടന്ന ജില്ലാതല അദാലത്ത് നഗരസഭാ കൗൺസിലർ DP മധു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും സംയുക്തമായി എല്ലാ മാസവും 27-ാം തീയതി നടത്തുന്ന നിധി ആപ്തി നികട്ട് സുവിധാ സംഘം എന്ന പേരിൽ നടത്തുന്ന ജനസമ്പർക്ക പരിപാടി. ഇതിലൂടെ EPF ESI അംഗങ്ങളായ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും പെൻഷനേഴ്സിനും അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനും അതിന് പരിഹാരം കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ESI ആലപ്പുഴ ബ്രാഞ്ച് മാനേജർ R സന്തോഷ് കുമാർ അധ്യക്ഷനായി. ജോൺ സാമുവൽ, L സുബ്രഹ്മണ്യം, പ്രദീപ് നാരായണൻ, G സേതുമാധവൻ, S ശരത് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പേരാണ് പരാതി പരിഹാര അദാലത്തിൽ എത്തിയത്. തടസ്സങ്ങളുടെ അതിരുകൾ ഭേദിക്കാമെന്ന സന്ദേശമോദി ലോക പേവിഷബാധ പ്രതിരോധ ദിനം ആചരിച്ചു. കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ നടത്തിയ പരിപാടി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. 100% മരണകാരണമായ ഒരു രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രഥമ ശുശ്രൂഷയും പ്രതിരോധ കുത്തിവെപ്പും ആവശ്യമായ മറ്റു ചികിത്സകളെ കൊണ്ട് പേവിഷബാധയും മരണവും ഒഴിവാക്കാനാകുമെന്ന് എനിക്കറിയാം. വന്യമൃഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവയുടെ സ്രവങ്ങളിലൂടെ രോഗങ്ങൾ പകരുന്നതിനാൽ ഇവയുടെ നക്കൽ, മാന്തൽ, പോറൽ, കടി തുടങ്ങിയവ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് മുതിർന്നവരെ ഞാൻ അറിയിക്കും. പരിപാടിയിൽ ആശുപത്രി RMO ഡോക്ടർ പ്രതീക്ഷ പുളിക്കുഴി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KI ഷേർലി വിഷയാവതരണം നടത്തി. നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കുമായി പേവിഷബാധ പ്രതിരോധ പ്രതിജ്ഞ ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ ചൊല്ലിക്കൊടുത്തു. നഴ്സിംഗ് ഓഫീസർ സിനി ജോസഫ് യോഗത്തിൽ നന്ദി പറഞ്ഞു. KVM കോളേജ് ഓഫ് നഴ്സിംഗിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഈ ദിനത്തോടനുബന്ധിച്ച് നടന്നു. അപ്പം ഇതെന്ന് പറയുന്നത് വളരെ 2 എൻഡേറ്റിയാണ് ഇതിനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇത് നമുക്ക് ഉണ്ടാവാതെ പ്രതിരോധിക്കാം, അതാണ് ഒരു കാര്യം. രണ്ടാമത്തേന്ന് പറയുന്നത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 100% ഫേറ്റിലാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ പേവിഷബാധ ഉണ്ടായ ആൾ മരണത്തിന് കീഴടങ്ങും. അപ്പം ഉണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാലുള്ള ഇതിന് ഫേസ്, ഈ 2 ഇതാണുള്ളത്. അപ്പം നമുക്ക് ശരിക്കും ആൾക്കാരുടെ ഇടയിൽ ഇതെങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്ന് മനസ്സിലാക്കുന്ന, അതാണ് ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ മന്ദരോഗികൾക്കുള്ള തൊഴിലധിഷ്ഠിത പുനരധിവാസ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ചെത്തിപ്പള്ളി പാരിഷ് ഹാളിൽ നടന്ന പരിപാടി അമൃതാനന്ദമയിയുടെ ശിഷ്യ ഡോക്ടർ പ്രിയ നായർ ഉദ്ഘാടനം ചെയ്തു. പൊന്നോമന മക്കളെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാൻ എല്ലാത്തിനും ഉപരി നമുക്ക് വേണ്ടത് സഹനമാണ്. എന്താണ് സഹനം? ഒരു പ്രത്യേക ലക്ഷ്യത്തിലെത്താനുള്ള അശ്രാന്ത പരിശ്രമമാണ് സഹനം. പ്രതിബന്ധങ്ങളിൽ തളരാതെ, വിമർശനങ്ങളിൽ നിരുത്സാഹപ്പെടാതെ, ആത്മവിശ്വാസത്തോടെയും ക്ഷമയോടെയും നിരന്തരമായ പ്രയത്നമാണ് ഈ സഹനം. പക്ഷെ സഹനം വേദന ഉളവാക്കുന്നതാണ്. ഈ വേദന നമ്മളെ മനസ്സംയമനത്തോടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പ്രത്യേക ചൈതന്യം, അതുല്യമായ ഒരു ശക്തി നമുക്കുണ്ടാവും. ചേർത്തല, കടക്കരപ്പള്ളി, പട്ടണക്കാട്, ചേർത്തല സൗത്ത്, മാരാരിക്കുളം നോർത്ത് എന്നീ പഞ്ചായത്തിലെ മന്ദരോഗികൾക്കുള്ള തൊഴിലധിഷ്ഠിത പുനരധിവാസത്തിനുള്ള സംഗമമാണ് നടന്നത്. കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പണിക്കർ, ചെത്തിപ്പള്ളി വികാരി തോമസ് ചളിയിൽ, അമൃത ഹോസ്പിറ്റൽ മെഡിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ വിദ്യ, ഡോക്ടർ അശ്വതി, ആലപ്പുഴ കുടുംബശ്രീ മിഷൻ മേധാവി S രഞ്ജിത്ത്,
ഡോക്ടർ ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ചിത്ര ആന്റണി സ്വാഗതവും ഡോക്ടർ ശില്പ നന്ദിയും പറഞ്ഞു. രോഗികൾക്ക് പുനരധിവാസത്തിനുള്ള സാമ്പത്തിക സഹായ വിതരണവും ചടങ്ങിൽ നടന്നു. ആലപ്പുഴയുടെ കായിക ചരിത്രത്തിൽ ആദ്യമായി സ്പോർട്സ് അവാർഡ് സംഘടിപ്പിച്ച് ആലപ്പി ബീച്ച് ക്ലബ്ബും അത്ലറ്റിക്കോ ഡി ആലപ്പിയും. സെപ്റ്റംബർ 29 രാവിലെ 10 കൊട്ടാരം ഓഡിറ്റോറിയത്തിൽ ചടങ്ങ് നടക്കും. ഇതോടൊപ്പം നവാസ് അനുസ്മരണവും ഗസൽ സന്ധ്യയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴയുടെ കായിക ചരിത്രത്തിൽ ആദ്യമായി 2023-24 വർഷങ്ങളിൽ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പങ്കെടുത്ത 400-ൽ പരം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട കായിക താരങ്ങളെ ആലപ്പി ബീച്ച് ക്ലബ്ബും അത്ലറ്റിക്കോ ഡി ആലപ്പിയും ചേർന്ന് ആദരിക്കുന്നു. ഒക്ടോബർ 6 ആലപ്പുഴ കടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോണിന് മുന്നോടിയായാണ് സ്പോർട്സ് അവാർഡ് സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു പരിപാടിയെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ്. ആലപ്പി ബീച്ച് ക്ലബ്ബ് കഴിഞ്ഞ 14 കൊല്ലമായിട്ട് ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കായിക മേഖലയിലും കലാസാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം എന്ന് കരുതുന്നു. അത്ലറ്റിക്കോ ഡിയെയും എല്ലാവർക്കും അറിയാം. കാര്യം അവർ അത്ലറ്റിക്കോ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇപ്പം അവരുടെ 4ാം സീസണാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മാരത്തോൺ സംഘടിപ്പിക്കുന്ന ഓർഗനൈസേഷനാണ് അത്ലറ്റിക്കോ ഡി ആലപ്പി. അപ്പോൾ ആലപ്പുഴയുടെ കായിക ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു പരിപാടിയുടെ പുറകിലാണ് ഞങ്ങളെല്ലാവരും. ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത കായിക താരങ്ങളെ ആദരിക്കുന്ന ഒരു പരിപാടി. ആലപ്പുഴ ജവഹർ ബാലഭവന് സമീപമുള്ള കൊട്ടാരം ഓഡിറ്റോറിയത്തിൽ സെപ്റ്റംബർ 29 രാവിലെ 10 ആദരവ് ചടങ്ങ് നടക്കുന്നത്. പി ചിത്തരഞ്ജൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PJ ജോസഫ് അർജുന, സജി തോമസ് അർജുന, മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ മുരളീകൃഷ്ണൻ, മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജീൻ ക്രിസ്റ്റീൻ, ആലപ്പുഴ സായി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംജിത്ത് ലാൽ തുടങ്ങി കായിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ അതിഥികളായെത്തും. വൈകിട്ട് 6 ആലപ്പി ബീച്ച് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന നവാസ് അനുസ്മരണത്തിന്റെയും ബാബു സ്മൃതിയുടെയും ഭാഗമായി നിലാമലരെ എന്ന ഗസൽ സന്ധ്യയും നടക്കും. അമ്പലപ്പുഴ MLA H. സലാം പരിപാടി ഉദ്ഘാടനം ചെയ്യും. മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ നിന്നും ഗസൽ ഗാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ഗാനങ്ങൾ കോർത്തിണക്കി പ്രശസ്ത ഗസൽ ഗായകരായ റയാൻ അഫ്സൽ, ബിനോയ് ജോർജ്, ഷിജു ജോസഫ് തുടങ്ങിയവർ നയിക്കുന്ന ഗസൽ സന്ധ്യ ആലപ്പുഴയിലെ സംഗീത ആസ്വാദകർക്ക് ഒരു നവ്യാനുഭവമായിരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ CT സോജി, ദീപക് ദിനേശൻ, ആനന്ദ് ബാബു, OV പ്രവീൺ, യൂജിൻ ജോർജ്, വിമൽ പക്കി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് FSCTOയുടെ പ്രതിഷേധം പ്രവർത്തകർ ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് FSCTOയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ കൂട്ടധർണ നടത്തിയത്. അഖിലേന്ത്യാ പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കൂട്ടധർണ. FSCTO ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടന്ന കൂട്ടധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സീമ S. നായർ ഉദ്ഘാടനം ചെയ്തു. 2014 ശേഷമുള്ള 10 വർഷക്കാലം രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 2024 തുടർച്ചയായി 3ാമതും അധികാരത്തിൽ വന്നു. ഇന്ന് അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ മേഖലയിലും അതുപോലെ തന്നെ പൊതു രംഗത്തുമെല്ലാം പൊതുമണ്ഡലങ്ങളിലുമെല്ലാം സ്വീകരിക്കുന്ന ജനവിരുദ്ധവും സാമ്പത്തികവുമായിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണ നടപടികളുമെല്ലാം എന്റെയും നമ്മുടെയും ഈ സമൂഹത്തിന്റെ ആകമാനമുള്ള ജീവിത പ്രയാസങ്ങളും ദുരിതങ്ങളും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. FSCTO ജില്ലാ പ്രസിഡന്റ് PD ജോഷി അധ്യക്ഷത വഹിച്ചു. KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CG സോമരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V അനിത, KGNA ജില്ലാ സെക്രട്ടറി ലെവിൻ K ഷാജി, PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി C സിലീഷ് സ്വാഗതവും ജില്ലാ ട്രഷറർ രമേശ് ഗോപിനാഥ് നന്ദിയും പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ L മായ, P സജിത്ത്, PC ശ്രീകുമാർ, B സന്തോഷ്, KGOA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ R രാജീവ്, S രാജലക്ഷ്മി തുടങ്ങിയവരും പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം സ്വച്ഛതാ ഹി സേവ മെഗാ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുവിടവും ജലാശയവും ശുചീകരിച്ച് ആലപ്പുഴ നഗരസഭ. YMCA ജംഗ്ഷൻ മുതൽ പുന്നമട ഫിനിഷിംഗ് വരെയാണ് ശുചീകരണം നടത്തിയത്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി 400ഓളം വോളണ്ടിയർമാർ ശുചീകരണത്തിന്റെ ഭാഗമായി. ജനപ്രതിനിധികൾ CAN ആലപ്പി, SD കോളേജ്, സെന്റ് ജോസഫ് കോളേജ്, UIT, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ,
നാടോടി കയാക്കിംഗ്, ഹരിതകർമ്മസേന, ശുചീകരണ തൊഴിലാളികൾ എന്നിവർ ക്യാമ്പയിന്റെ ഭാഗമായി. സായി കയാക്കിംഗ് ടീം തുടങ്ങിയവർ ചെറുവള്ളങ്ങളിൽ ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക്കുകളും ബോട്ടിലുകളും നീക്കം ചെയ്തു. നെഹ്റു ട്രോഫി ജലോത്സവത്തിന് മുന്നോടിയായാണ് നഗരം വൃത്തിയാക്കിയത്. മെഗാ ശുചീകരണ ക്യാമ്പയിൻ നഗരസഭാധ്യക്ഷ കെ ജയമ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ സ്വച്ഛതാ ഹി സേവ 2024 ഭാഗമായി ഇന്ന് വലിയ ഒരു ക്ലീനിംഗ് പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ വിവിധ സ്കൂളുകളിൽ നിന്ന് എത്തിയിട്ടുള്ള NSS വാളണ്ടിയേഴ്സ്, അതോടൊപ്പം തന്നെ സായിലെ കായിക താരങ്ങൾ, നമ്മുടെ കണ്ടിജന്റ് ജീവനക്കാർ, തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, അങ്ങനെ സ്കൂൾ തലത്തിൽ നിന്നും എല്ലാം എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജനകീയ ക്യാമ്പയിന് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത സ്വാഗതം പറഞ്ഞു. വികസന സ്ഥിരം സമിതി അധ്യക്ഷ MG സതീദേവി, കൗൺസിലർമാരായ ഹെലൻ ഫെർണാണ്ടസ്, B മെഹബൂബ്, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, നോഡൽ ഓഫീസർ C ജയകുമാർ, NSS സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ Dr. RN അൻസർ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ലക്ഷ്മി ടീച്ചർ, സിസ്റ്റർ ബിൻസി, ക്യാൻ ആലപ്പി പ്രതിനിധികളായ A വിഷ്ണു, I ശ്രീലക്ഷ്മി, അഖിൽ, സായി പ്രതിനിധി അനന്തു തുടങ്ങിയവരും പങ്കെടുത്തു. റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ റബ്ബർ രോഗവിദഗ്ധരുടെ 5ാമത് അന്താരാഷ്ട്ര സമ്മേളനം കോട്ടയത്ത് നടന്നു. റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളുടെ സംഘടനയായ ANRPCയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം നടന്നത്. ഇതിനോടനുബന്ധിച്ച് ശില്പശാലയും നടത്തി. റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വസന്ത കേശവൻ IR സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. mainly raised by the tire industries and potential production, the gap certainly will be there. And at the same time, for example, in my neighboring country, the disease has come, so production has come down. So our growers will be happy by getting more price. This is actually very short vision, because whatever it is coming to any country, it will spread into the other country this year or other year. So the highest cooperation is required from any country. മലേഷ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ ശില്പശാലയിൽ പങ്കെടുത്തു. 2021 ശാസ്ത്രജ്ഞരുടെ ആദ്യ മീറ്റിംഗ് ആരംഭിച്ചത്. റബ്ബർ ഉത്പാദക രാജ്യങ്ങളിൽ വ്യാപകമായ ഇല്ലപ്പൊട്ട് രോഗം, റബ്ബറിന്റെ ഉൽപാദനം, വളർച്ച എന്നിവയെ പ്രതികൂലമായി ബാധിച്ചു. ഇതിനെതിരെ ഫലപ്രദമായ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കാനാണ് സമ്മേളനം ചേർന്നത്. സംവരണം സംരക്ഷണ പ്രക്ഷോഭത്തിനൊരുങ്ങി KPMSന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 29 ആലപ്പുഴയിൽ ജില്ലാ നേതൃസംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ മേൽത്തട്ട് പരിധി ഏർപ്പെടുത്തിയും മേൽത്തട്ട് പരിധി നിശ്ചയിക്കുവാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയുമുള്ള 2024 ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധി രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരും ഈ വിധി നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമാന ചിന്താഗതിക്കാരായ പട്ടികജാതി പട്ടികവർഗ സംഘടനകളുമായി ചേർന്ന് KPMS പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. KPMSന്റെ നേതൃത്വത്തിൽ സംഘടനയെ സമരസജ്ജനാക്കാനും നയപരിപാടികൾ വിശദീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലാതലങ്ങളിലും നേതൃസംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത് കാരണം 2024 ഓഗസ്റ്റ് മാസം 1 സുപ്രീം കോടതിയുടെ 7-അംഗ ബെഞ്ചിൻ്റെ വിധിയാണ്. അത് പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേൽത്തട്ട് സംവരണം, ഒപ്പം ഉപജാതി സംവരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ മറികടക്കാൻ പാർലമെൻറ്റ് നിയമം പാസ്സാക്കി കൊണ്ടുവരാനും അതുവരെ സംസ്ഥാനങ്ങൾ ഈ വിധിയെ നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് KPMSനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘടനയെ സമരസജ്ജമാക്കുവാനും നയപരിപാടികൾ വിശദീകരിക്കുന്നതിനുമായി സംസ്ഥാനത്തൊട്ടാകെ ജില്ലാതല നേതൃസംഗമങ്ങൾ ചേരുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ നേതൃസംഗമം സെപ്റ്റംബർ 20 രാവിലെ 10 മണിക്ക് ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. സംഘടനാ സെക്രട്ടറി N ബിജു അധ്യക്ഷത വഹിക്കും. സെക്രട്ടേറിയറ്റ് അംഗം CO ഉത്തമൻ സ്വാഗതവും സെക്രട്ടേറിയറ്റ് അംഗം MD മോഹനൻ നന്ദിയും പറയും. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ AP ലാൽകുമാർ, PJ സുജാത, സെക്രട്ടേറിയറ്റ് അംഗം രാജൻ ചെങ്ങന്നൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും.
സംഗമത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലയിലെ 20 യൂണിയനുകളിലെ 54 ശാഖായോഗങ്ങളിൽ നിന്നുമായി 2500 പ്രതിനിധികളും പങ്കെടുക്കും. വൈക്കം കുടവച്ചൂർ ദേവിവിലാസം ഗവൺമെന്റ് HSSൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽപ്പെടുത്തി 12,50,000 രൂപ വിനിയോഗിച്ചാണ് ക്ലാസ് മുറികൾ നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ ധനസഹായത്തോടെ പുതിയതായി നിർമ്മിച്ച ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് വരുന്നുണ്ട്. 3 കോടി രൂപയുടെ പ്രോജക്റ്റ് വരുന്നുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള 1-2 ക്ലാസ് റൂം പൊളിച്ചു മാറ്റേണ്ടതായി വന്നിട്ടുണ്ട് ഈ പുതിയ കെട്ടിടം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമുക്ക് കുട്ടികളെ ഇരുത്താൻ പ്രത്യേകമായി ഒരു സംവിധാനം ഇല്ലാതെ വരികയും കഴിഞ്ഞ ദിവസം ഇവിടെ PTA മീറ്റിംഗ് കൂടിയ സമയത്താണ് ഇങ്ങനെ കുട്ടികൾ ഇരിക്കാൻ സ്ഥലമില്ലെന്ന് HM പ്രിൻസിപ്പൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ പെട്ടെന്ന് ഈ താഴത്തെ ക്ലാസ് റൂമിൽ ഇതിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ പുതിയതായി നിർമ്മിച്ച ഈ 2 ക്ലാസ് റൂമിൻ്റെ താഴെ 2 ക്ലാസ് റൂം കൂടെ ഉണ്ട്. പക്ഷേ മേളിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇതിൻ്റെ ബേസ്മെൻറ്റ് കുഴപ്പമില്ല, നമുക്ക് മേളിൽ വേണേൽ 2 ക്ലാസ് റൂം കൂടെ ചെയ്യാമെന്ന് എഞ്ചിനീയർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് 12 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ അനുവദിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ ഒട്ടും കാലതാമസമില്ലാതെ ചെയ്യുകയും ഇന്നിപ്പം ഇതിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് ഇനിയിപ്പോൾ നാളെ തൊട്ട് ഇവിടെ കുട്ടികളെ ഇരുത്താം. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ കൂടി വേണ്ടതുണ്ട്. അതും ജില്ലാ പഞ്ചായത്ത് തന്നെ അത് ചെയ്തു കൊടുക്കും. ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദേവിവിലാസം സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് വലിയ പരിഗണനയാണ് നൽകുന്നതെന്നും ക്ലാസ് മുറികൾ തിരിക്കുന്നതിന് സ്ക്രീൻ, സീലിംഗ്, ഫർണിച്ചർ തുടങ്ങിയവ ലഭ്യമാക്കുന്നതിനും പുതിയ സയൻസ് ലാബ് സ്കൂളുകളിൽ യാഥാർത്ഥ്യമാക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി അധ്യക്ഷത വഹിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12,50,000 രൂപ വിനിയോഗിച്ചാണ് 2 ക്ലാസ് മുറികൾ നിർമ്മിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ റോയി ജെ മഞ്ഞക്കുന്നേൽ, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് MK ഗീത, പഞ്ചായത്ത് അംഗം ആൻസി തങ്കച്ചൻ, PTA പ്രസിഡന്റ് MR ഷൈമോൻ, വൈസ് പ്രസിഡന്റ് വേണു, സ്കൂൾ SMC ചെയർമാൻ M ജിജി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വൈക്കം പള്ളിപ്പുറത്തുശ്ശേരി പഴുതുവള്ളിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. 5-ാം ദിവസം നടന്ന രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി. പൂത്താലം, മുത്തുക്കുട, വാദ്യമേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് സജീവ് കുളത്തുങ്കലിന്റെ വസതിയിൽ നിന്നും പുറപ്പെട്ട രുക്മിണി സ്വയംവര ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിലെത്തിയത്. തുടർന്ന് രുക്മിണി സ്വയംവരം പാരായണം ചെയ്തു. രുക്മിണി സ്വയംവര ദർശന സായുജ്യം നേടാൻ ഭക്തരുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. കൃഷ്ണരാധ വേഷധാരികൾ ഭക്തർക്ക് പ്രസാദമായി കുങ്കുമവും മധുരവും നൽകി. തുടർന്ന് നിരവധി യുവതികൾ പങ്കെടുത്ത കോൽക്കളി നയനാനന്ദകരമായി. രുക്മിണി സ്വയംവരത്തോടനുബന്ധിച്ച് നടന്ന സ്വയംവര സദ്യയിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഭാഗവതരത്നം തിരുവിഴ പുരുഷോത്തമൻ യജ്ഞാചാര്യനായ സപ്താഹയജ്ഞം 29-ന് സമാപിക്കും. സപ്താഹ പരിപാടികൾക്ക് ക്ഷേത്രം തന്ത്രി എരമല്ലൂർ ഉഷേന്ദ്രൻ തന്ത്രികൾ, ക്ഷേത്രം മേൽശാന്തി ചെമ്മനത്തുകര ഷിബു ശാന്തികൾ, ദേവസ്വം പ്രസിഡന്റ് സത്യൻ രാഘവൻ, സെക്രട്ടറി അഖിൽ രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകുന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. നെഹ്റു ട്രോഫി ജലോത്സവം ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച പുന്നമടക്കായലിൽ 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 74 കളിവള്ളങ്ങൾ ജലമേളയിൽ പങ്കെടുക്കും. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് കാതോർത്ത് പുന്നമട. ശാപമോക്ഷം കാത്ത് ചേർത്തല ഇരുമ്പുപാലം നടപ്പാലം സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങളാകുന്നു. മൗനം വെടിയാതെ അധികാരികൾ. തടസ്സങ്ങളുടെ അതിരുകൾ ഭേദിക്കാമെന്ന സന്ദേശമോദി ലോക പേവിഷബാധ പ്രതിരോധ ദിനം. കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ പേവിഷബാധ പ്രതിരോധ ദിനം ആചരിച്ചു.
ആലപ്പുഴയുടെ കായിക ചരിത്രത്തിൽ ആദ്യമായി സ്പോർട്സ് അവാർഡ് സംഘടിപ്പിച്ച് ആലപ്പി ബീച്ച് ക്ലബ്ബും അത്ലറ്റിക്കോ ഡി ആലപ്പിയും. ആലപ്പുഴ കൊട്ടാരം ഓഡിറ്റോറിയത്തിൽ 29 രാവിലെ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 6 കടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോണിന് മുന്നോടിയായാണ് സ്പോർട്സ് അവാർഡ് സംഘടിപ്പിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.